അസ്സലാമു അലൈക്കും. എൻ്റെ മുത്തഅല്ലിമീങ്ങളും മറ്റു മോമിനീങ്ങളും കേൾക്കാൻ വേണ്ടി നമ്മളെ വിഷയം ദിക്റാണല്ലോ. വഅൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലികുല്ലി ഷൈഇൻ സിഖാലുൻ വസിഖാലുൽ ഖൽബി ദിക്റുല്ലാഹി. ഏതൊരു വസ്തുവിന്റെയും ചേറുണ്ട്. ആ ചേറ് നീക്കുന്ന ഏതൊരു വസ്തുവിനും ചേറും അഴുക്കുണ്ട്. അത് നീക്കുന്ന സോപ്പും അല്ലെങ്കിൽ അതിനെ നീക്കുന്ന അതിൻ്റെതായ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാല് വസിഖാലുൽ ഖൽബി, ഹൃദയത്തിന് ചേറ് കുടുങ്ങിയാൽ അതിന്റെ സോപ്പ് ഏതാണ്? ദിക്റുല്ലാഹി, അല്ലാഹുവിന്റെ ദിക്ർ ചെല്ലലാണ്. എന്നാ ഹൃദയത്തിന്റെ എല്ലാ കേടുപാടുകളും നീങ്ങിപ്പോകും, കലകൾ നീങ്ങിപ്പോകും. وعن إبراهيم النخعي رضي الله عنه أنه قال إذا دخل الرجل بيته فسلم. ഒരാൾ അവന്റെ വീട്ടിലേക്ക് കയറി വന്നവൻ സലാം പറയുന്നു വീട്ടിലുള്ളവരോട്. ഇനി വീട്ടിൽ ആളുകളില്ല എങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നൊരുത്തം പറഞ്ഞാൽ ഖാല ശൈത്താൻ, അപ്പൊ ശൈത്താൻ അവിടെ വെച്ച് പറയാണ് ലാ മഖീൽ, അവിടെ നമുക്ക് ഉറങ്ങാൻ യാതൊരു വഴിയും ഇല്ല. യാനി ലം യബ്ഖലി ഹൗന മൗദിഉ ഖറാറിൻ, ഇവിടെ നമുക്ക് താമസിക്കാൻ യാതൊരു മാർഗവുമില്ല. കാരണം സലാം പറഞ്ഞല്ലേ കയറിയത്, ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല ഇബ്ലീസിന്. വഇദാ ഉതിയ ബിതുആമിൻ ഫദക്കറല്ലാഹ തആല, ഭക്ഷണം കൊണ്ടുവരപ്പെട്ടിട്ട് ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ഖാല ശൈത്താൻ പറയും ലാ മഖീല വലാ മത്അമ വലാ മസ്റബ, ഇവിടെ നമുക്ക് കുടിപ്പില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, താമസിക്കാൻ ഇടവുമില്ല. അങ്ങനെ ഫയഖ്റുജു ഖായിബാ, ആ ഇബ്ലീസ് ആ ശൈത്താൻ ഉണ്ടല്ലോ എല്ലാ ഗുണത്തിൽ നിന്നും നിരാശനായി തിരിച്ചു പോവുകയാണ്. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഉമ്മയും ബാപ്പക്കും സലാം പറയണം, അവരെ മക്കൾക്ക് പറയണം, ഏട്ടാഞ്ചമാര് പറയണം, ഭാര്യമാർക്ക് പറയണം, പെങ്ങന്മാർക്ക് പറയണം. ഇങ്ങനെ എല്ലാവർക്കും നമ്മൾ തൊട്ടാൽ ഹറാമാവാത്ത എല്ലാവർക്കും സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറാവുന്ന അങ്ങനെയുള്ള ഗുണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഅൻ ആയിഷത റളിയല്ലാഹു അൻഹാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മുത്തനബി പറയാണ് ഇദാ അകല അഹദുക്കും തുആമൻ, നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഫൽയഖുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയട്ടെ. എന്നിട്ട് മറന്നുപോയാൽ ഫി അവലി, ആദ്യത്തിൽ മറന്നുപോയാൽ ബിസ്മില്ലാഹി ഫൽയഖുൽ ഫി ആഖിരി, അവസാനത്തിൽ പറയണം ബിസ്മില്ലാഹി അവലുഹു ആഖിറുഹു എന്ന്. ആ ഭക്ഷണം അവന്റേതാ, അല്ലെങ്കിൽ ഇബ്ലീസ് തിന്നു കളയും. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഇദാ അകല അഹദുക്കും തുആമൻ, നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിച്ച് അല്ലെ ചായ കുടിച്ച് വലം യഖുൽ ബിസ്മില്ലാഹി ഓൻ പറഞ്ഞില്ല, ഓൻ എടുത്താട്ട് കുടിച്ച്, എന്നാലേ അകല ശൈത്താനു മഅഹു, അവന്റെ കൂടെ ശൈത്താനും ഭക്ഷണം കഴിക്കും, ശൈത്താൻ വെള്ളം കുടിക്കും. അല്ലാഹു കാക്കട്ടെ. വൈദാ ദക്കറ സ്മല്ലാഹി, അല്ലാഹുവിന്റെ പേര് അവൻ ഓർത്ത് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ മുനി അശ്ശൈത്താനു മിൻ ബഖിയത്തി ത്വാമി, അവന്റെ ബാക്കിയുള്ള ഭക്ഷണത്തിൽ നിന്ന് ശൈത്താന് തടയപ്പെടും. വതഖയ്യ അമാക്കൽ, അവൻ തിന്നു നോക്കും, അവൻ ഛർദിക്കുകയും ചെയ്യും. വസ്തന ഫത്വാമൻ ജദീദാ, എന്നിട്ട് തിന്നത് മുഴുവൻ നഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യുന്നറിയോ, പുതിയ ഭക്ഷണം കഴിക്കും. അപ്പൊ അതുകൊണ്ട് ബിസ്മി അല്ലാത്തൊരു പരിപാടിയും ഇബ്ലീസിനെ തടയാൻ അത് മറ്റേ മാർഗമൊന്നുമില്ല, അതൊക്കെ ദിക്ർ തന്നെ. അപ്പൊ ദിക്ർ വല്ലാത്തൊരു സംഭവം. ഖാലൽ ഫഖീഹു റഹിമഹുല്ലാഹ്, മഹാൻ അവർ പറയാണ് വകാന മുഹമ്മദുൻ റജുലൻ മിൻ അസ്ഹാബി അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹുവിന്റെ സ്നേഹിതന്മാരിൽപ്പെട്ട ഒരു മുഹമ്മദിന്റെ പേരായിട്ട് ഒരാള്. ഖാല ഇബ്ലീസു, അദ്ദേഹം പറയാ ഖാല ഇബ്ലീസു ലി റബ്ബിഹി, ഇബ്ലീസ് പടച്ചോനോട് ചോദിച്ചെന്ന, ഐ റബ്ബി പടച്ചോനെ, ജഅഅതലി ബനി ആദമ ബുയൂതൻ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾക്ക് ഇനി എല്ലാവർക്കും പുരകൾ വീടുകൾ ഉണ്ടാക്കി തന്നെയില്ലേ? അല്ലാഹുത്തെ നല്ല സുഖസുന്ദര വീടുകൾ കൊടുത്തിട്ടില്ലേ? യദ്കുറൂനക ഫിയ, ആ വീടുകൾ വെച്ച് അവരുണ്ടാക്കും നിനക്ക് ദിക്ർ ചൊല്ലും. ഫമാ ബൈത്തി, ഇന്ന് എന്റെ വീട് ഏതാ, എനിക്ക് ദിക്റല്ലാന്ന് ഇബ്ലീസ് ചോദിക്കുക. ഖാല, അപ്പൊ അള്ളാഹു പറയാണ് അൽ ഹമ്മാമു, പഠിച്ചോൻ പറയാ എന്റെ വീട് ഇനി ദിക്റല്ല നേടാണ്, മൂത്രപ്പുര കക്കൂസ് കുളിപ്പുര നാട്ടോ എന്റെ വേദ, ടോയ്ലറ്റ് എന്റെ പരിപാടി. ഖാല ഫജഅതലഹും, ഇബ്ലീസ് ചോദിക്കാണ് അള്ളാഹുവിനോട്, പഠിച്ചോനെ നീ ആദം നബിന്റെ മക്കൾക്ക് ഉണ്ടായി കൊടുത്തില്ലേ മജ്ലിസൻ, എല്ലാരും കൂടിയിരിക്കുന്ന സദസ്സുകള്. ഫമാ മജ്ലിസി, ഞാൻ ഏടാ പോയിരിക്കണ്ടേ, എന്റെ സ്ഥലം ഏടാ, എന്റെ ഇരിപ്പിട, എന്റെ കസേര ഏടാ പഠിച്ചോനെ.
കാല അല്ല പറയാണ് സൂഖു അങ്ങാടിയാണ്, ടൗണുകളാണ്. ടൗണ് നിറയെ ഇബ്ലീസ് പണ്ടത്തെ കാണണം. നേരെ പോത്ത പെണ്ണുങ്ങൾ നിറഞ്ഞില്ലേ അങ്ങാടിയില്, എല്ലാ സൈസ്. ചിന്തിച്ചു നോക്കി, അവിടുത്തെ മറിച്ചതും മറക്കാത്തതും എല്ലാം അങ്ങാടി നിറഞ്ഞു. പണ്ടത്തെ മതിയല്ലേ, പണ്ട് അങ്ങാടിയിൽ പെണ്ണുങ്ങളില്ല, ഇപ്പൊ അങ്ങാടിയിൽ നിറയെ പെണ്ണുങ്ങളെ, ആണുങ്ങൾ കുറവായി. ഈ നിലക്കുള്ള ജീവിതമല്ലേ അള്ളാഹുവെ കാക്കണം റഹ്മാനെ. അത് അവ അങ്ങാടിയിൽ ഉണ്ടാകുക. അങ്ങാടി ആരാന്നറിയോ? ഇബ്ലീസാണ്, അവന്റെ സദസ്സാണ്, ശൈത്താന്മാരുടെ സദസ്സാണ് ടൗണ്. പഠിച്ചവനെ, നീ ആദം നബിയുടെ മക്കൾക്ക് ഖുർആൻ ഓതാൻ ഓത്തുണ്ടാക്കിയില്ലേ, ഖുർആൻ ഓത്ത് കൊടുത്തില്ലേ, എന്നാ ഞാൻ എന്താ ഓതേണ്ടത്? കാലശീറു. അള്ളാഹ് പറയാ, നീ പാട്ട് കളിക്കും. പാട്ടുകളുണ്ടല്ലോ, പാട്ടുകൾ, പദ്യങ്ങള്, അത് ഇബ്ലീസിൽ നിന്നാണ്. എന്നാൽ കൂടുതലും നല്ലതില്ല എന്നല്ല, അവന്റെ എല്ലാ വിക്രസങ്ങളും അതിലുണ്ടാക്കാൻ കഴിയും. ഖാലഫ ജാഅതലഹും മദീദൻ ഫമാ ഹദീസി. പഠിച്ചോനെ, നീ അവർക്ക് വർത്തമാനം പറയാനുള്ളതാ, പിന്നെ വർത്തമാനം പറയാനുള്ളതായ എല്ലാ സൗകര്യങ്ങളും വെച്ചില്ല, എന്നാ ഞാൻ എന്താ വർത്തമാനം പറയേണ്ടത്? ഖാല അല്ല വന്നൽ കദിബ്, നീ കളവ് പറഞ്ഞവന്റെ. ഖാലഫ ജാഅതലഹും അദാനം ഫമാ അദാനി. ആദം നബിയുടെ മക്കൾക്ക് നീ ബാങ്ക് ഉണ്ടാക്കിയത്, എനിക്ക് നിന്റെ ബാങ്ക് ഏതാണ്? ഖാലൽ മിസ്മാർ, വീണ വിളികളാണ്. ഫജഅതലഹും റുസുലൻ ഫമാ റുസുലി. നീ ആദം നബിയുടെ മക്കൾക്ക് യൂതന്മാരെ മുർസലീങ്ങളെ കൊടുത്തില്ലേ, നിന്റെ റസൂൽ ഏതാണ്? ഖാലൽ കഹനത്ത്, എന്റെ റസൂൽ ഏതാണെന്നറിയാം. ഗണിത ശാസ്ത്രന്മാർ, കണക്ക് നോക്കുന്നവർ, ജ്യോത്സ്യന്മാരാണ്. ഫജഅതലഹും കിതാബൻ ഫമാ കിതാബി. നീ ആദം നബിയുടെ മക്കൾക്ക് കിതാബുകൾ കൊടുത്തില്ലേ, എന്റെ കിതാബ് ഏതാണ്? എഴുത്ത്, എന്റെ എഴുത്ത് ഏതാണ്? ഓലക്ക് എല്ലാം എഴുതും, അതിന്റെ മക്കളൊക്കെ എഴുതും, എല്ലാ സൈസും എഴുത്ത് എഴുതും. ഞാൻ എന്താ എഴുതേണ്ടത്? കാല എന്റെ എഴുത്തൽ വസ്മു, കൈമലൊക്കെ ഉണ്ടല്ലേ പച്ച കുത്തല്, അതാ എന്റെ എഴുത്ത്. കാല ഫജഅതലഹും മസായിദ ഫമാ മസായിദി. വേട്ട മൃഗങ്ങളെ വെച്ചില്ലേ, ഉണ്ടോ? ആദം നബിന്റെ മക്കൾക്കൊക്കെ വേട്ട, കാട്ട്